ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിന്റെ കാരണം കണ്ടെത്താനാകാതെ പോലീസ്. കുടുംബത്തിന്റെ സാമ്പത്തിക ഇടപാടുകളും ജോൽസിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും തുടരും. കുട്ടിയുടെ അച്ഛനെ അടക്കം എല്ലാവരെയും വീണ്ടും ചോദ്യം ചെയ്യും. ജയിലിൽ കഴിയുന്ന പ്രതി ഹരികുമാറിനായി ഉടനെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. വിശദാംശങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നു. അമൽ, ഗുഡ് മോർണിംഗ്. വല്ലാത്ത ഒരു കുരുക്ക് ആണ് ഈ കേസിൽ തുടക്കം മുതലേ നമുക്ക് കാണാനാവുന്നത്. കാരണം പലപ്പോഴായി മൊഴി മാറ്റി പറയുന്നു, പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നു. ഏതായാലും കുറ്റസമ്മതം നടത്തിയ ആൾ പ്രതിയായ ഹരികുമാറാണ്. ഒപ്പം അമ്മയായ ശ്രീധുവിന് ഇതിൽ പങ്കുണ്ടോ, ജോൽസിന് പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ടല്ലോ. ഈ കേസിന്റെ അന്വേഷണത്തിന്റെ തുടക്കം മുതൽ പോലീസിനെ കുഴയ്ക്കുന്ന പല പ്രശ്നങ്ങളുമുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ അവർ നൽകുന്ന മൊഴിയാണ്. അതിപ്പോൾ കുറ്റസമ്മത മൊഴി നൽകിയ ആളാണെങ്കിലും, റിമാൻഡിൽ പോയ ആളാണെങ്കിലും, അതോടൊപ്പം തന്നെ കുട്ടിയുടെ അമ്മയാണെങ്കിലും വല്യമ്മയാണെങ്കിലും, അതോടൊപ്പം തന്നെ അച്ഛനടക്കമുള്ളവരും നൽകുന്ന മൊഴികളിൽ ചില വ്യക്തതക്കുറവുണ്ട്. കഴിഞ്ഞ ദിവസം ജോൽസിനെ വിളിച്ച് ചോദ്യം ചെയ്തിരുന്നു. അപ്പോഴും ചില വ്യക്തതക്കുറവ് ഇക്കാര്യങ്ങളിലെല്ലാം ഉണ്ട് എന്നുള്ളതാണ് പോലീസിന് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് അമ്മയെ അതോടൊപ്പം തന്നെ അച്ഛനെ, രണ്ടുപേരെയും, കുട്ടിയുടെ അമ്മയെയും അച്ഛനെയും വീണ്ടും ചോദ്യം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അമ്മ നൽകുന്ന മൊഴികളിൽ കൃത്യമായി തന്നെയുള്ള വൈരുദ്ധ്യമുണ്ട് എന്നുള്ളതാണ് പോലീസിന് മനസ്സിലാക്കാനാവുന്നത്. അവർ ഇപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇവിടെ പൂജപ്പുരയുള്ള ഒരു മഹിളാ മന്ദിരത്തിലാണ് അവർ താമസിപ്പിച്ചിരിക്കുന്നത്. അവിടെ നിന്നും പുറത്തേക്ക് പോകാനൊന്നും പോലീസിന് അനുമതിയില്ലാതെ പുറത്തേക്ക് പോകാൻ അവർക്ക് കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായും ഒരു അനൗദ്യോഗിക കസ്റ്റഡിയിലാണ് അമ്മ, അതോടൊപ്പം തന്നെ വല്യമ്മ എന്ന് പറയേണ്ടി വരും. മറ്റ് ആളുകളുടെ കാര്യത്തിലാണ് എങ്കിൽ കൂടി ജോൽസൻ പറഞ്ഞ കാര്യത്തിലൊക്കെ പോലീസിന് ഇനിയും കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. 36 ലക്ഷം രൂപയുടെ സാമ്പത്തിക ഇടപാടൊക്കെ പറയുന്നുണ്ട്. ഈ ജോൽസിന് 36 ലക്ഷം രൂപ കൊടുത്തു എന്നൊക്കെയാണ് ഈ കുട്ടിയുടെ അമ്മ മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷേ ജോൽസിന് അത് നിഷേധിക്കുകയാണ്. ഈ കുടുംബവുമായി കഴിഞ്ഞ 7 മാസക്കാലമായി യാതൊരു ബന്ധവുമില്ല. അവസാനമായി ഇവരെ കണ്ടത്, ഈ ശ്രീധുവിനെ കണ്ടത് അന്നാണ് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. ഇനിയിപ്പോൾ എന്താണ് ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നറിയാൻ പോലീസിന് വിശദമായ പരിശോധനകൾ തന്നെ നടത്തേണ്ടി വരും. കുട്ടിയുടെ അമ്മാവൻ മാത്രമാണോ ഈ കേസിലെ പ്രതി, അല്ലെങ്കിൽ ഈ കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ, ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അറിയേണ്ടതുണ്ട്. തനിക്ക് ഉൾവിളി ഉണ്ടായപ്പോൾ ഈ കുഞ്ഞിനെ എടുത്ത് കിണറ്റിലേക്ക് ഇട്ടു എന്നൊരു കാര്യമാണ് ഈ കുട്ടിയുടെ അമ്മാവൻ പറയുന്നത്. സ്വാഭാവികമായും പോലീസിന് അത് മാത്രം വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോവുക ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും ഈ പറയുന്ന ആളുകളെയെല്ലാം വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ, ഇവർ ഫോൺ പരിശോധിക്കുന്നതിലൂടെ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മോദി, ഈ ഒരു കുഞ്ഞിനോട് മാത്രം ഇത്തരത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറി? മൂത്ത ഒരു കുഞ്ഞുണ്ട്, എങ്ങനെയാണ് പെരുമാറുന്നത്? മാത്രമല്ല, അച്ഛനെയും വിശദമായ ചോദ്യം ചെയ്യലിലൂടെയും എന്തെങ്കിലുമൊക്കെ പോലീസിന് വിവരങ്ങൾ ലഭ്യമാകുമെന്ന് കരുതാം അല്ലേ? കുഞ്ഞിൻ്റെ അച്ഛൻ ശ്രീജിത്ത് തുടക്കം മുതൽ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ മരണത്തിൽ കുട്ടിയുടെ അമ്മാവൻ രാംകുമാറിന് മാത്രമല്ല പങ്കുള്ളത്, മറ്റ് ആളുകൾക്ക് കൂടി പങ്കുണ്ട്. അതിൽ കുട്ടിയുടെ അമ്മയുടെ പങ്ക് അന്വേഷിക്കണം എന്നുള്ളതാണ് ഈ ശ്രീജിത്ത് പറഞ്ഞു വെക്കുന്നത്. ഇന്നലെ ശ്രീജിത്തിനെ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക്, ബാലരാമപുരത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. അവിടെ വിളിച്ചു വരുത്തി നേരത്തെ പറഞ്ഞ മൊഴിയിൽ, ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം. അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ശ്രീജിത്ത് നൽകിയിരിക്കുന്ന മറുപടി. അതിനാൽ തന്നെ ആ വിഷയം കേന്ദ്രീകരിച്ച് അതിലെ അന്വേഷണം അവസാനിപ്പിക്കാൻ പോലീസിനാവില്ല. കാര്യമായി തന്നെയുള്ള പരിശോധനകൾ വേണ്ടിവരും. ഈ എന്തുകൊണ്ട് ഇളയ കുഞ്ഞ് മാത്രം എന്നൊരു ചോദ്യത്തിന് ഇവർ ഉത്തരമായി പറയുന്നത്, ഇളയ കുഞ്ഞുണ്ടായതിനു ശേഷമാണ് ഇവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ തുടങ്ങിയത് എന്ന് ഈ ജോൽസൻ പറഞ്ഞു എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതാണ് ഈ ജോൽസൻ. അങ്ങനെയാണെങ്കിൽ അന്ധവിശ്വാസത്തെ തുടർന്ന് ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് നീങ്ങിയോ എന്നതും കൃത്യമായി അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ? പോലീസ് അതിനാണ് ഇന്നലെ വിശദമായി തന്നെ ഈ ജോൽസൻ പിന്നെ വിളിച്ചു വരുത്തി, ശംഖുമുഖത്തുള്ള ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തെ വിളിച്ചു വരുത്തി വിശദമായി തന്നെ ചോദ്യം ചെയ്തു. പക്ഷേ ആ ചോദ്യം ചെയ്യലിൽ കാര്യമായതൊന്നും കിട്ടിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച കാര്യത്തിൽ ഈ ജോൽസൻ പറയുന്നത് പ്രാഥമിക ഘട്ടത്തിൽ വിശ്വസിക്കുകയാണ്. അങ്ങനെ ഒരു പണമിടപാട് നടന്നിട്ടില്ല എന്നുള്ള കാര്യത്തിൽ വിശ്വസിക്കുകയാണ് പോലീസ് ഇപ്പോൾ. പക്ഷേ ഫോൺ അടക്കം പരിശോധിച്ചുകൊണ്ട്, അത് ശ്രീധുവിൻ്റെയും അതോടൊപ്പം തന്നെ ഈ ജോൽസിൻ്റെയും ഫോൺ പരിശോധിച്ചുകൊണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും രേഖകൾ ലഭിക്കുമോ, അതിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുമോ എന്നുള്ളതാണ് പോലീസിന് മുന്നിൽ ഇനിയുള്ള സാധ്യത. 2 ദിവസം ചോദ്യം ചെയ്യാനായി ഈ ജോൽസിനെ വിളിച്ചിരുന്നു. ആ ചോദ്യം ചെയ്യലിന് ശേഷം ഇന്നലെ വൈകുന്നേരം രാവിലെ ഒരു 11 മണിക്ക് തുടങ്ങിയ ചോദ്യം ചെയ്യലാണ്. വൈകുന്നേരം ഒരുപാട് വൈകിയാണ് ഈ ജോൽസിനെ മടക്കി അയച്ചത്. ഇനിയും വിളിപ്പിച്ചാൽ വരേണ്ടി വരും എന്നൊരു നിർദ്ദേശം നൽകിയാണ് പറഞ്ഞയച്ചിരിക്കുന്നത്. പക്ഷേ ഇനിയിപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള കാര്യത്തിൽ പോലീസിനൊരു ധാരണയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഈ കുറച്ചുകൂടി ശാസ്ത്രീയമായ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ശാസ്ത്രീയമായി തന്നെ പോലീസ് ഈ കാര്യത്തിൽ മുന്നോട്ട് പോകുമെന്ന് കരുതാം. അമൽ, ഏതായാലും അന്വേഷണം നന്നായി പുരോഗമിക്കട്ടെ.